എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജ ഫോർ യു. ഇന്ന് നമുക്ക് സീതാരാമം എന്ന പടത്തിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഹനു രാവുപ്പടി എഴുതി സംവിധാനം ചെയ്ത പടമാണ് സീതാരാമം. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിശാൽ ചന്ദ്രശേഖറാണ്. ദുൽഖർ സൽമാൻ ലീഡ് റോൾ ചെയ്യുന്ന ഈ സിനിമയിൽ രശ്മിക മന്ദാന, മൃണാൾ താക്കൂർ, സുമന്ത്, ഗൗതം വാസുദേവ മേനോൻ ഇങ്ങനെ കുറച്ച് താരങ്ങൾ അണിനിരക്കുന്ന ഒരു നല്ലൊരു പ്രണയ പടമാണ്. സീതയുടെയും രാമൻ്റെയും കഥ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നമുക്ക് രാമൻ്റെ ഒരു കഥ മാത്രമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരു മെയിൻ ലീഡ് ഫ്രണ്ടിൽ പോകുന്നു, അതിൻ്റെ ബാക്കി കൂടെ അല്ലെങ്കിൽ സൈഡിൽ കൂടെ പോകുന്ന കുറച്ച് ലിങ്കുകൾ മാത്രമാണ് ബാക്കിയുള്ള കഥാപാത്രങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദുൽഖർ സൽമാൻ ഇതിൽ റാം എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ റാം ഒരു മിലിറ്ററിമാനായിട്ടും ഒരു കാമുകനായിട്ടും ഇതിൽ കാണിക്കുന്നു. മഹാനടി എന്ന അത്യുജ്വലമായ അല്ലെങ്കിൽ അതിമനോഹരമായ പടത്തിന് ശേഷം ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന സെക്കൻഡ് പടമാണ് സീതാരാമം. തെലുങ്ക് ഒരു അന്യഭാഷ ചിത്രമാണെങ്കിലും അല്ലെങ്കിൽ അന്യഭാഷ ആണെങ്കിലും ദുൽഖർ സൽമാൻ നന്നായിട്ട് തന്നെ അല്ലെങ്കിൽ ഭയങ്കര സിങ്കായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ പെർഫോമൻസ് ഈ സിനിമയിൽ ഒരു മൂല്യ ഘടകം തന്നെയാണ്. രാമൻ്റെ പേരായ സീതയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് മൃണാൾ താക്കൂറാണ്. ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ നമുക്ക് ഈ കുട്ടിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള കഥ തന്നെയായിരിക്കും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ സംവിധായകൻ നന്നായിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. 1965 അല്ലെങ്കിൽ 1986 ഈ രണ്ട് കാലയളവിലും നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് നന്നായിട്ട് നോട്ടീസ് ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ സംവിധായകൻ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഓരോ സിറ്റുവേഷൻസ്, ഓരോ ബില്ല് പേ ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സിനിമയുടെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ്. അതിനുശേഷം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഓരോ കഥയുടെയും അതിൻ്റേതായ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ സ്ട്രോങ് ആക്കാനായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ നമുക്ക് നിരവധി സോങ്സ് കണ്ടെങ്കിലും ഒരു സോങ് പോലും നമുക്ക് ബോർ അടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ കൊള്ളിയല്ലാത്ത രീതിയിലൊന്നും ഒരു സോങ് പോലും ഇല്ല. കുറച്ച് സോങ് അധികമാണെങ്കിലും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോങ്ങുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്മൾ പൊതുവേ കാണുന്ന ലവ് സ്റ്റോറികളിൽ ഏറ്റവും നന്നായിട്ട് എടുക്കേണ്ടത് അതിൻ്റെ വിഷ്വൽസ് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ മേക്കിംഗ് ഒക്കെ ഏറ്റവും നന്നായിട്ട് എടുത്താലേ ഒരു ലവ് സ്റ്റോറി കംപ്ലീഷൻ ആവത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ സീതാരാമത്തിൽ മേക്കിംഗ് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. വിഷ്വൽസ് എല്ലാം വളരെ അമേസിംഗ് ആയിട്ട് നമുക്ക് തോന്നും. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. പിന്നെ പറയുകയാണെങ്കിൽ രശ്മിക മന്ദന നോർമലായിട്ട് തന്നെ ഒരു ആവറേജ് ആക്ടിങ് മാത്രമായിരുന്നു ഈ സിനിമയിൽ. പിന്നെ സുമന്ത് നോർമൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് തന്നെയായിരുന്നു. ഈ 2-3 വർഷങ്ങൾക്കിടയിൽ നിറയെ ലവ് സ്റ്റോറീസ് വന്നിട്ടുണ്ട്. ആര് ലവ് സ്റ്റോറി എടുത്താലും എല്ലാത്തിൻ്റെ കഥകളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. എന്നാലും നമുക്ക് വ്യത്യസ്തമായി തോന്നിയത് രാധേശ്യാം ഭയങ്കര ഹൈ ബഡ്ജറ്റിൽ എടുത്തതാണെങ്കിലും നമുക്ക് അക്സെപ്റ്റബിൾ അല്ലാത്തൊരു പടം തന്നെയായിരുന്നു രാധേശ്യാം. ഭയങ്കര പ്രതീക്ഷകൾ തന്നെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും തോന്നാത്ത അല്ലെങ്കിൽ നമ്മൾ മടുത്തു പോയ ഒരു സിനിമ തന്നെയായിരുന്നു രാധേശ്യാം. രാധേശ്യാമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഫാർ ബെറ്റർ ആണ്. കാരണം അവിശ്വസനീയമായ ഒരു സീൻസോ ഒരു ക്യാരക്ടർ പോലും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുറ്റിനുമുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. സീതാരാമം ഒരു ആവറേജ് പ്രെഡിക്റ്റബിൾ സിനിമയാണ്. കാരണം പ്രെഡിക്റ്റബിൾ എന്ന് പറയാൻ കാരണം പല ട്വിസ്റ്റുകളും നമുക്ക് അത് ട്വിസ്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ മനസ്സിൽ വിചാരിച്ചത് തന്നെയാണ് ഒരു ട്വിസ്റ്റായിട്ട് കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പടം ഒരു എക്സ്ട്രാ ഓർഡിനറി പടമൊന്നുമല്ല, സ്ലോ മൂവിയാണ്. പക്ഷേ ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ഏറെ അഭിമാനമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ, അതായത് നമ്മൾ അന്യഭാഷ നടന്മാർ ഇവിടെ ആരാധിക്കുന്നുവെങ്കിൽ ദുൽഖർ സൽമാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തെലുങ്കിലും ഒരു നല്ലൊരു ഹീറോ ആവുകയും അവിടെ നല്ലൊരു ഫാൻ ബേസ് കൊണ്ടുവരികയും ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് നമ്മുടെ ദുൽഖർ സൽമാന് തീർച്ചയായിട്ടുമുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറിയും നല്ല സോങ്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വിഷ്വൽസും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ ആവറേജ് ഒരു പടം നമുക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ കഴിയുന്ന ഒരു പടമാണ്. കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് സങ്കടം അല്ലെങ്കിൽ കരയുന്നത് ഇഷ്ടമുള്ളവർ തീർച്ചയായും പോയി കാണുക. തികച്ചും വൃത്തിയായിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.